ഹായ് ഹലോ. ഇന്ന് നമ്മളൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ്. കുറച്ച് നാളായാലും ഒരു ട്രാവൽ വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ അവസാനമായിട്ട് ഇട്ടത് ആ ബ്രാറ്റിസ്ലാവയുടെ പോയ സോളോ ട്രിപ്പിൻ്റെ ആയിരുന്നു. പക്ഷെ അതിന് ശേഷം 2-3 യാത്രകൾ ചെയ്തായിരുന്നു. അതിൻ്റെ ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതിനൊക്കെ കാരണം എൻ്റെ മടിയാണ്, എഡിറ്റ് ചെയ്യാനുള്ള മടി. അപ്പോൾ ഈ യാത്ര എവിടേക്കാണ് എന്താണെന്നൊക്കെ നമുക്ക് പിന്നാലെ കാണാം. പക്ഷെ ഇത് സോളോ ട്രിപ്പല്ല, ഫ്രണ്ട്സ് കൊണ്ട് കൂടെ. അപ്പോൾ ഓൺലി ഹാപ്പി വൈബ്. സീ യു സൂൺ. അപ്പോൾ മാൾട്ട ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും അടുത്ത യാത്ര നമ്മൾ തുടങ്ങുക. എവിടേക്കാണെന്നല്ലേ പറയാം. ഗൈസ്, അങ്ങനെ ഞങ്ങള് സേഫ് ആയിട്ട് ക്രൊയേഷ്യയുടെ മണ്ണിൽ ലാൻഡ് ചെയ്തു. ഇവിടെ തണുപ്പുണ്ട്, 4 ഡിഗ്രിയാണ് ഇപ്പോൾ. അപ്പം അടുത്ത ന്യൂസ് അല്ലെങ്കിൽ അടുത്ത കാര്യങ്ങള് പിന്നാലെ വരുന്നതായിരിക്കും. ഓൺലി ഹാപ്പി വൈബ്. നന്ദനെ പോലെ ആരുമില്ലേ ഇന്ത ഭൂമിയിലെ. ബാക്കി നന്ദനെ പോലെ ആരുമില്ലേ. എന്താ ആരും അങ്ങോട്ട് കയറി പോണേ. ഞാനില്ല. ബേസിലായിട്ട് എങ്ങോട്ടാ പോകുന്നത്? ഇതിപ്പോ ക്രൊയേഷ്യയിലല്ലേ? ക്രൊയേഷ്യയിൽ എവിടെയാ ചേട്ടാ? എവിടെയാ പോകുന്നത് ചേച്ചി? എവിടെയാ പോകുന്നത്? ഗൈസ്, ഇവർക്ക് ആർക്കും അറിയാം. അതോ, നമ്മൾ പോകുന്നത് ഇവിടെ ഒരു നാഷണൽ പാർക്ക് കാണാനാണ്. ഫ്ലിറ്റ്വൈസ് എന്ന് പറഞ്ഞിട്ട് നാഷണൽ പാർക്കാണ്. ഫ്ലിറ്റ്വൈസ്. ബട്ട് ആക്ച്വലി അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് 2 തരത്തിലാണ്. ഞാൻ അവിടെ നമ്മുടെ എയർപോർട്ടിൽ എൻ്റെ അപ്പുറത്ത് നിന്ന് പുള്ളിക്കാരോട് വെച്ചപ്പോൾ ആൾ പറഞ്ഞ് ഫിറ്റ് വിസ എന്നാണ്. പക്ഷേ ഗൂഗിളിൽ ഫിറ്റ് വൈസ് ഒന്നും കാണിക്കുന്നത് എനിക്ക് അറിയില്ല കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. പക്ഷെ നമ്മൾ ഈ ഒരു നാഷണൽ പാർക്കാണ് കാണാൻ പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഗാർഡൻസ്, റിവേഴ്സ്, പിന്നെന്താ വാട്ടർഫോൾസ് എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാവരും ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. പക്ഷെ ആദ്യം വന്നത് ബേസിലായിട്ടയുടെ ഫുഡാണ്. സോ കൈയിട്ട് വാരി തിന്നുക, അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണല്ലോ. അത് ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്ത് ഒരാളുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരി തിന്നുന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോകാനുള്ള ക്യാബും വെയിറ്റ് ചെയ്ത് ഇവിടെ റൂട്ടിൽ നിൽക്കുവാണ് ഗൈസ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഗൈസ്. കൊള്ളാം സ്ഥലം, പൊളി. വന്നിറങ്ങിയതും കണ്ടതൊക്കെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് ക്യാബ് കിട്ടിയില്ല ഗൈസ്. പകരം ഞങ്ങളെ തൊട്ടപ്പുറത്തൊരു ബാർക്കം റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറി ഹെൽപ്പിന് ചോദിച്ചപ്പോൾ ഒരു ചെങ്ങായി ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഒരു കാടിൻ്റെ ഉള്ളിലുള്ള അപ്പാർട്ട്മെന്റ്. പുള്ളിക്കാരനാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടാക്കി സേഫായിട്ട്. എന്നാലും ആളുടെ ഒപ്പം കാറിലുള്ള യാത്ര പഠിച്ചോനെയും കാത്തോളി എന്ന് പറഞ്ഞിട്ടായിരുന്നു. എനിവേ, പക്ഷെ ഞങ്ങൾ സേഫായിട്ട് ആളെ എത്തിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് അത്. ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ചില സമയത്ത് നമ്മൾ വഴിമുട്ടി നിൽക്കുമ്പോൾ ദൈവത്തെ പോലെ ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരും പറഞ്ഞില്ലേ, അത് ത്രൂ ആണ് ഞങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്നലെ ഞങ്ങൾ ക്രൊയേഷ്യയിൽ വന്നിട്ട് ഇവിടെയാണ് താമസിച്ചത്. സാഗർബിന്ന് ഞങ്ങൾ ഫ്ലിറ്റ്വൈസ് നാഷണൽ പാർക്കിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലത്താണ്
അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്ത്. ഇപ്പോൾ വളരെ ചീപ്പായിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ. കാരണം ഇത് ഞങ്ങൾ ബുക്ക് ചെയ്തതിന് 45 യൂറോ ആയിട്ടുള്ളൂ. ഞങ്ങൾ 5 പേർക്ക് വേണ്ടിയാണ് ഇത് ബുക്ക് ചെയ്തത്. ഉള്ളിൽ നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് 45 യൂറോയെ ഇവിടെ ആയിട്ടുള്ളൂ 5 പേർക്കും കൂടി. അവിടെ 7 പേർക്ക് കിടക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. വലിയ 3 റൂം, കാര്യങ്ങൾ, ഹീറ്റിങ് എല്ലാം, വൈഫൈ എല്ലാം ഉണ്ട്. അടിപൊളിയാണ്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളി. കാരണം ഇതൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള റിസോർട്ടാണ്. ഇവിടെ അതുപോലെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഞങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണിത്. അടിപൊളിയാണ്. നല്ല ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. മാൾട്ടനെ വെച്ച് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഇത് അടിപൊളിയാണ്. കുറേ നാളുകൾക്ക് ശേഷം ഇത്ര നല്ല അടിപൊളി മോർണിംഗ് ഞങ്ങൾക്ക് കിട്ടി. ചെറിയ മൂടൽ മഞ്ഞൊക്കെ ആയിട്ടും പിന്നെ അപ്പാർട്ട്മെന്റിന്റെ ഗാർഡനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അതേപോലെ ഔട്ട്സൈഡ് വ്യൂ അതും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഭയങ്കരമായിട്ട് രാവിലെ ഞങ്ങൾ സാധാരണ നേരത്തെ എഴുന്നേൽക്കുന്ന ആൾക്കാരല്ല, നേരത്തെ എഴുന്നേറ്റു ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഞങ്ങൾ ഇറ്റ്സ് അമേസിങ്. പൊളി വൈബായിരുന്നു. ഗൈസ്, നമ്മുടെ ട്രിപ്പ് എങ്ങനെ പോകുന്നു? ചെറിയ തണുത്തിട്ട് നടക്കുന്നതാണ്. എക്സ്ട്രീം ലെവല് അടിപൊളി. രഞ്ജിജി തടുക്കുന്നുണ്ടോ രഞ്ജിജി? ഓക്കെ, തണുപ്പാണ് ഗൈസ്. രാവിലെ ഞങ്ങൾ കരടിയിൽ അന്വേഷിച്ച് ഇറങ്ങിയത്. ഇന്നലെ ഞങ്ങളിവിടെ കൊണ്ടാക്കിയ ആള് പറഞ്ഞു ഇവിടെ കരടി ഉണ്ട്. പിന്നെ ഞങ്ങള് കരടിനെ കണ്ടിട്ടില്ലല്ലോ. കാര്യം കരടിനെ കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ കരടിനെ കണ്ട് കിട്ടുമെന്ന് നോക്കട്ടെ. ഇതാണ് സ്വർഗം. ഇതാണ് സ്വർഗം. ചേച്ചി എങ്ങനെയുണ്ട്? സൂപ്പറാ സൂപ്പറാ സൂപ്പർ. ബാക്കി വ്യൂ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. പച്ച തോന്നുന്നു. ഇങ്ങോട്ട് വരലടാ, അവിടെ നിൽക്കടാ. ഞങ്ങൾ അവിടെ സ്വിറ്റ്സർലൻഡിലെത്തി ഗൈസ്. ഇതൊക്കെ ഇന്നലെ കയറേണ്ടത് അവിടെ. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നേക്കുന്നത് പ്രിറ്റ്വേസ് നാഷണൽ പാർക്കിലേക്കാണ്. ഇവിടെ ക്രൊയേഷ്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കുകളിൽ ഒന്നാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ എൻട്രി ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് ഓൺലൈനിൽ നമുക്ക് ഇവരെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. 10 യൂറോയാണ് വരുന്നത്. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. പക്ഷെ അത് അവർ തന്നെ പറഞ്ഞു ഉറപ്പില്ല അവൈലബിൾ ആണോ എന്നുള്ളത്, കിട്ടുമോ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്തില്ല, ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് എൻട്രി ചെയ്യാൻ പോവാം. സർപ്രൈസ്. വെള്ളം 6 യൂറോ. കണ്ടോ, ഉയരം കൂടുന്നവരും വെള്ളത്തിന്റെ റേറ്റ് കൂടും. താങ്ക് യു. അങ്ങനെ കേസ് ഞങ്ങൾ നാഷണൽ പാർക്കിലേക്ക് എൻട്രി ചെയ്തേക്കാണ്. മാൾട്ടയിൽ എനിക്കൊന്നും കിട്ടാനില്ല. അതുകൊണ്ടാ ആരും ഒന്നും വിചാരിക്കരുത്. കിട്ടാത്ത സാധനം കാണുമ്പോ നമുക്ക് എങ്ങനെയായിരിക്കും? പക്ഷെ എനിക്ക് പുള്ളിക്കാട് നല്ല മധുരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് വാട്ടർഫോൾസ് ആണ്. അല്ല, അതിന്റെ അപ്പുറത്ത് the waterfalls. Wow!
ഡിഷിയാണ് പോലെ ഡിഷിയാണ്. സുഹൃത്തുക്കളെ, ഇതാണ് സ്വർഗം. റിയലി അമേസിങ്. മസ്റ്റ് വിസിറ്റ് ആട്ടോ. ഈ ഫോട്ടോസ് ആണല്ലേ, ഫോട്ടോസിൽ കാണുന്ന അതേ അവിടെ വന്ന് നിൽക്കുന്ന പോലെ അല്ലേ? നമ്മൾ ഇത് ഫണ്ണിയസ്റ്റ് പാർട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് ആദ്യം 3 കിലോമീറ്റർ, പിന്നെ 4 കിലോമീറ്റർ, പിന്നെ 8 കിലോമീറ്റർ, പിന്നെ 18.5 കിലോമീറ്റർ. 18.5 കിലോമീറ്റർ കവർ ചെയ്യാൻ ഓൾമോസ്റ്റ് 6 to 8 hours ആണ് പറയുന്നത്. 18.5 കിലോമീറ്റർ. സോ നമ്മൾ ഇവിടെ നിന്ന് നടന്നിട്ട് ഏത് വഴിക്കാണ് വരുന്നത് അറിയത്തില്ല. 3 കിലോമീറ്റർ ആണെങ്കിൽ ഏകദേശം ഒരു 2 to 3 hours നമുക്ക് കവർ ചെയ്ത് വരാൻ പറ്റും. കാരണം എല്ലാ സ്ഥലം കണ്ടുപോകുമ്പോഴത്തേക്കും അത്ര നടക്കാൻ അത്ര ടൈം വേണ്ടെങ്കിലും. പക്ഷെ കുത്തിരിയുള്ള ഇറക്കോ കുത്തിരിയുള്ള കയറ്റോ ഒരുമാതിരി സ്വർഗത്തിലെ ഇങ്ങനെ വെള്ളച്ചാട്ടം വരുന്ന പോലെ ഒരു ഫീൽ. ശരിക്കും ഇത് നമ്മൾ ഞങ്ങൾ ഇത്ര എക്സൈറ്റഡ് ആവാൻ കാരണം കാരണം ഞങ്ങൾക്ക് ഒരിക്കലും മാൾട്ടയിൽ ഒരു യൂറോപ്പ് ലൈഫ് കിട്ടിയിട്ടില്ല. അത് കംപ്ലീറ്റ്ലി ഒരു ബീച്ച്, ആ ഒരു വൈബാണ് അവിടെ മൊത്തം. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇഷ്ടം, എനിക്ക് ഈ മൗണ്ടെയിൻസ് ഹിൽ സ്റ്റേഷനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അതേപോലെ തന്നെയാണ് ഇവരും ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ഇറ്റ്സ് അമേസിങ്, അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. മസ്റ്റ് വിസിറ്റ് എന്ന് തന്നെ പറയാം. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും. ഞങ്ങൾ തുടങ്ങിയുള്ളൂ, അവിടെ തന്നെ കുറേ നേരം നമുക്ക് നിൽക്കാനുള്ള ഒരു ത്വരയാണ്. പക്ഷെ ഇനിയും താഴേക്ക് കുറെ കാണാനുള്ളത് കാരണം ഞങ്ങൾ ഇറങ്ങി. ഈ വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോൾ ഭയങ്കര രസം, എന്നാ പറയാ, ഭയങ്കര സന്തോഷം. ഈ തടാകത്തിൽ കുറെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ. അത് നല്ല തെളിഞ്ഞ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആയിരുന്നു, അടിപൊളിയായിരുന്നു അത്. ഇത് നല്ല രസമില്ലേ ഗാർഡൻ ഇങ്ങനെ നാഷണൽ പാർക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്നത് കാണാൻ. ഇതൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഞാനപ്പോ ഇങ്ങനെ ചിന്തിച്ചായിരുന്നു, ഇപ്പൊ ഞാനൊരു തൃശ്ശൂരുകാരിയാണ്. അതിരപ്പള്ളി വാട്ടർഫോൾസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാറുള്ള ഒരാളായിരുന്നു. അപ്പോ അത് ഇതേപോലെ നമുക്ക് ആൾക്കാർക്ക് താഴേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു ഫെസിലിറ്റീസ് ഉണ്ട്. അതേപോലെ ഇതിങ്ങനെ ഒരു ട്രക്കിങ് പോലെ വാഴച്ചാൽ വരെ ഇങ്ങനെ നമുക്കൊന്ന് മീറ്റ് കിട്ടുമായിരുന്നെങ്കിൽ ഇതേപോലെ ഇതൊക്കെ വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് എല്ലാം. അങ്ങനെ ഈ വെള്ളച്ചാട്ടങ്ങളും അരുവികളൊക്കെ കൊണ്ട് നമുക്ക് നാട്ടിലും ഇങ്ങനത്തെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷേ നമ്മള് ചാടരുതെന്ന് പറഞ്ഞാൽ അവിടെ ചാടുന്ന ആൾക്കാരും, ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇറങ്ങുന്ന ആൾക്കാരും, പിന്നെ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാത്ത ആൾക്കാരും ആയതുകൊണ്ട് അത്രത്തോളം പോസിബിൾ അല്ല. എന്നാലും ഇങ്ങനെയൊക്കെ നമുക്കും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് എന്ന് എനിക്ക് തോന്നിയിരുന്നു. നെക്സ്റ്റ് ടൈം വരുമ്പോ ഇവിടെ ഒന്നില്ലെങ്കിൽ ഇന്ത്യൻ ഫ്ലാഗ് ഞാൻ എന്തായാലും ഒട്ടിക്കും. ഡെഫിനറ്റ്ലി നമുക്കൊരു ഫ്ലാഗിന്റെ കുറവുണ്ടായിരുന്നു അവിടെ. അങ്ങനെ പയ്യെ വീണ്ടും ഞങ്ങളുടെ നടത്തി ആരംഭിച്ചു. കാരണം ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലം കവർ ചെയ്യാൻ പറഞ്ഞു. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്. അപ്പോ അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പോണ വഴിക്ക് ഒരു ജർമ്മൻകാരിനെയും കിട്ടിയായിരുന്നു. പുള്ളിക്കാരിയോടൊക്കെ ഹായ് പറഞ്ഞു, പുള്ളിക്കാരിയുടെ വിശേഷങ്ങളും ഞങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പയ്യെ നടത്തുന്ന വഴി ഒക്കെ എന്താ പറയാ, ഓപ്പൺ സീസൺ ആയതാണ്. അതും ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഒപ്പം തണുപ്പും പിന്നെ ഈ പ്രകൃതി ഭംഗിയും ഒക്കെ കൂടി ആയപ്പോ ഞങ്ങളുടെ യാത്ര ഞങ്ങൾക്ക് ശരിക്കും ഒരു വേർത്തായിരുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ അരുവികളൊക്കെ ക്രോസ് ചെയ്ത് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും അതിന്റെ ഇടയിൽ കുറെ മീനുകളൊക്കെ കണ്ടപ്പോ ശരിക്കും വിചാരിച്ചു ചൂണ്ടയും കൊണ്ടുവന്നല്ലോ. പിന്നെ ഇവിടെ ചൂണ്ടിടാൻ പറ്റാത്ത കാരണം കുഴപ്പമില്ല. വെള്ളച്ചാട്ടം നമുക്ക് എവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ കൺഫ്യൂഷനാണ്. കാരണം എവിടെ നിന്നാലും ഫോട്ടോ എടുത്താലും ഡിഫറെന്റ് ലുക്ക് ആയിരുന്നു. ഒരുപാട് ഫോട്ടോസ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ എടുത്തെടുത്ത് പോയിരുന്നു. പക്ഷെ എന്തൊക്കെ വന്നാലും മാക്സിമം പോയി ഒരു 10 ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഇടാൻ പറ്റുള്ളൂ. എന്നാലും കുറെ നല്ല ഫോട്ടോസ് കിട്ടി, വീഡിയോസ് കിട്ടി. വീണ്ടും ഞങ്ങൾ നടത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്നലത്തോടൊന്നും ഞങ്ങൾ ടയേർഡ് ആയൊന്നുമില്ല. കാരണം ഞങ്ങൾക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റിലായിരുന്നു. വെള്ളം കുടിക്കുന്ന പോലും ഞങ്ങൾക്ക് തോന്നിയില്ലായിരുന്നു, വിശപ്പ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നടന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഇത് കണ്ടു, ക്രിയേറ്റ് ചെയ്ത ആളുടെ ആണെന്ന് തോന്നുന്നു. വീണ്ടും നടത്തി.
അത് ഞാൻ പറഞ്ഞ നമുക്കും ഇങ്ങനെ നമ്മുടെ അതിരപ്പുള്ളി അല്ലെങ്കിൽ ഏതെങ്കിലും വെള്ളച്ചാട്ടങ്ങളുടെ ആ ഏരിയ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിടുവാണെങ്കിൽ ശരിക്കും നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. വരുന്ന ടൂറിസ്റ്റുകൾക്കാണെങ്കിൽ അത് അവർക്ക് ശരിക്കും ഒരു കപ്പ് ഓഫ് ടീ ആയേനെ. അവരത് ശരിക്കും എൻജോയ് ചെയ്ത് ഭയങ്കര അതൊരു വല്ലാത്തൊരു വൈബായിരുന്നേ. ഗൈസ്, വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കാരണം എന്റെ സൗണ്ട് കേൾക്കുമെന്ന് അറിയില്ല. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ശരിക്കും നാച്ചുറൽ ഫീൽ ചെയ്യാൻ പറ്റും. ഗുഡ് ഫ്രഷ് എയർ, ആകെ വെള്ളത്തിന്റെ സൗണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അടിപൊളിയാണ്. യൂറോപ്പിലുള്ള നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ ബെസ്റ്റ് സ്ഥലമാണത്. വിസിറ്റ് ചെയ്യാത്തതുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ്. ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് നമ്മൾക്കും നമ്മുടെ നാട്ടിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നുള്ളത്. പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ. സന്തോഷ് സാർ പറയുന്നത് വളരെ വളരെ സത്യമാണ്. നമ്മള് എന്തെങ്കിലും നിവർത്തിണ്ടെങ്കിൽ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു രാജ്യം നമുക്ക് വിസിറ്റ് ചെയ്താൽ മനസ്സിലാവും നമ്മൾ എവിടെ കിടക്കുന്നു, യൂറോപ്പിലെ ഓരോ സ്ഥലങ്ങൾ എവിടെ കിടക്കുന്നു. അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മറ്റു യൂറോപ്യൻസിനെ അല്ലെങ്കിൽ ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടി അതിന് വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും പഠിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് പറ്റും. കാരണം ഞാനിപ്പോ ഇവിടെ വന്നിട്ട് നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിനെ കാണിക്കുമ്പോൾ എന്റെ ഒപ്പം കളിച്ചുകൊണ്ടിരുന്നവർക്കാണെങ്കിലും വർക്ക് ചെയ്തവർക്കാണെങ്കിലും വിസിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ആഗ്രഹമുള്ള ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം, ടൂറിസ്റ്റേഴ്സിനെ ആകർഷിക്കണം. ഞാൻ എൻ്റെ ഒരു തിയറി പറയട്ടെ. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് എന്താ, നമുക്കൊരു നല്ല കാലം വരും, നമ്മുടെ കടങ്ങളും റബ്ബൊക്കെ തീർന്ന് ട്രാവൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തും ആയിക്കോട്ടെ ചെയ്യാന്ന്. ശരിക്കും അങ്ങനെയല്ല. എങ്ങനെയാന്ന് വെച്ചാൽ നല്ല കാലമൊന്നുമല്ല, നമ്മളാണ് തീരുന്നത്. ഉള്ള കാലം നല്ലതാക്കാം. ഇവിടുന്ന് വന്ന് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ വെള്ളച്ചാട്ടം ഇനി ഇവിടുന്ന് നമ്മള് ഈ വഴിക്ക് അകത്തേക്ക് കയറിയിട്ട് ഇവിടെ ചെന്നാൽ ഇവിടുന്ന് ഇലക്ട്രിക് ഫെറി ഉണ്ട്. ഇലക്ട്രിക് ഫെറിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നേരെ P2 P2 അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഒക്കെ കയറി പോകാം. പക്ഷെ അന്നേരം ഓൾമോസ്റ്റ് 18 കിലോമീറ്റേഴ്സ്. Nice. Nice. കുട്ടനാടൻ കായലിലെ കൊച്ചു വെള്ളം കിടക്കുമ്പോ പാട്ടുന്ന പാടടിക്കാക്ക കേൾവി അന്തിക്കുളം കവറ്റിനടികളെല്ലാം കുടിക്കുമ്പോ പഴങ്കര പാടയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ. ഞാനിവിടെ നിൽക്കണമെന്നറിയാമോ? ഒന്ന് നോക്ക്. ഗത്തിലോ ഞങ്ങൾ സ്വപ്നത്തിലോ. ഈ സന്തോഷം നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല, പക്ഷെ പൈസ സ്പെൻഡ് ചെയ്ത് കിട്ടും നമുക്ക്. ഞങ്ങൾ ഡാൻസ് കളിക്കുന്ന വീഡിയോ തടുത്തിരിക്കുന്ന ഒരു കണ്ണീരായിരുന്നു പോലല്ലേ ഗൈസ്. പറ്റത്തില്ല. കാരണം ഞാൻ അവിടെ ഫുള്ള് ട്രിപ്പ് പോയി കാണുന്നത് നിങ്ങൾ അങ്ങോട്ട് എവിടെയാണെന്നറിയാമോ? മറ്റേ ഞങ്ങളെ അതിരപ്പള്ളി, മറ്റേ വാൽപ്പാറ, മറ്റേ അതുപോലെ തന്നെ മറ്റേ നാടുകളി മല, അങ്ങനത്തെ ആ റേഞ്ച് സാധനം എനിക്കിഷ്ടം. ഇത് കോതമംഗലം നാടുകളി, പിന്നെ മീശപുരിമല, പിന്നെ കവളപ്പാറ. ആ റേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്കത് കാണുമ്പോൾ ചെറിയ റെസ്റ്റോറൻറ്റ്
അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ ഞങ്ങൾ ബോട്ടിലാണ് പോയത്. ബോട്ട് സവാരിയൊക്കെ നടത്തി. നല്ലതായിരുന്നു, നല്ല രസമായിരുന്നു. ബോട്ടിലൂടെ ഇങ്ങനെ കാടിൻ്റെ നടുക്കെ കൂടെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ഡാമിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയൊരു ഫീൽ കിട്ടി. ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് നമുക്ക് എവിടെയോ നാടൊക്കെ ഫീൽ ചെയ്തത്. നമ്മൾ വെള്ളച്ചാട്ടങ്ങളും ഡാമിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നമ്മൾ ബോട്ട് സവാരി എടുക്കുന്നതും എവിടേക്കോ ഒരു ഫീലിംഗ് കിട്ടി. ഞങ്ങളിങ്ങനെ വീണ്ടും നടന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. കുറേ നടക്കാനുണ്ട്, പക്ഷെ നടത്തി നമ്മൾ ഒരിക്കലും ടയേർഡാക്കില്ല. അത്രയും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു എവിടെ നോക്കിയാലും. അത് കാരണം ഒരു മടുപ്പുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളുടേതായ തള്ളലും മറക്കലൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്യുക. എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. അത് ഞങ്ങളുടെ മുഖത്ത് തന്നെ കാണാനുണ്ട് ഞങ്ങളുടെ ഹാപ്പിനെസ്. അത് ഞാൻ പറഞ്ഞു, പൈസ കൊടുത്താൽ നമുക്ക് സന്തോഷം വാങ്ങാൻ കിട്ടില്ല, പക്ഷെ പൈസ സ്പെൻഡ് ചെയ്ത സന്തോഷം കിട്ടുന്നു. ഇതൊക്കെ വുഡ് കൊണ്ട് ഉണ്ടാക്കിയതോട്ടോ, നല്ല രസമാണ് അതൊക്കെ കാണാൻ. ഞാൻ ഇടയ്ക്ക് ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ഞങ്ങളുടെ തള്ളലും മറിക്കലും അവരെ തള്ളലും മറിക്കലായിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. പക്കാ ഒരു ഹൈക്കിങ് ട്രെക്കിങ് പോലെയായിരുന്നു ഞങ്ങൾക്കിത്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു ഞങ്ങൾ. ഇനി കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കുറേ വാട്ടർഫോൾസ് ഉണ്ട്. അതും ഡിഫറെൻറ്റ് ലിസ്റ്റിലുള്ള വാട്ടർഫോൾസ്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനത്തെ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവർ, പക്ക നാച്ചുറൽ ഇഷ്ടപ്പെടുന്നവർ ഇത് മസ്റ്റ് വിസിറ്റാണിത്.
അങ്ങനെ പിറ്റ്പ്രൈസ് നാഷണൽ പാർക്കിലെ അവസാനത്തെ സ്പോട്ടാണിത്. അപ്പോൾ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ടൗണിലൊക്കെ പോയി നല്ല തണുപ്പാണ്. കാരണം ഞങ്ങൾ അവിടെ 18 ഡിഗ്രിയിൽ നിന്ന് നേരെ 1 ഡിഗ്രിയിലേക്കാണ് വന്നത്. അപ്പോൾ അതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എനിവേ ഭയങ്കരമായിട്ട് ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. റിയലി വേർത്താണ് ഞങ്ങൾക്കിത്. അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയ ഫീലാണ്. സോ വി ആർ വെരി ഹാപ്പി. ആൻഡ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് വിസിറ്റ്. ബൈ, സി യു. ഓൺലി ഹാപ്പി വൈബ്.